ഈച്ച് ഡേറ്റിംഗ് കുളവായ വിഷമത്തിൽ ഞങ്ങളൊരു സിനിമ കാണാൻ പോയി. അതും ഫ്ലോപ്പായി പോയപ്പോൾ നമ്മൾ വിചാരിച്ചു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചാലോ എന്ന്. അങ്ങനെ നമ്മൾ ഖത്തർക്കട ഉള്ള തട്ടുകടയിൽ വന്നേക്കുവാണ് കേട്ടോ. ഈ ഒരു തട്ടുകട ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലാവുന്നതായിരിക്കും, കാരണം ചെന്നൈയിലുള്ള ഒരു ടീമാണ് ഇത് നടത്തുന്നത്. പുള്ളിയുടെ ഈ ഒരു സ്കില്ല് തന്നെയാണ് ഇത് അറിയപ്പെടാൻ കാരണം. പുള്ളി ഡാൻസ് കളിച്ച് പാട്ട് പാടി നല്ല എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ ദോശ ചുടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് കയറി ഫുഡ് കഴിക്കാനൊക്കെ തോന്നുവേ. ഇതിനു മുമ്പ് 2 തവണ ഞാൻ ഇവിടുന്ന് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ തന്നെ വരാന്ന് വിചാരിച്ചത്. ഞാനൊരു പൊടിദോശയും അവനൊരു മുട്ടദോശയാണ് കേട്ടോ പറഞ്ഞത്. രണ്ടിലും മിറർ കണ്ടപ്പോൾ തന്നെ എന്റെ കിളി പോയി. ഞാൻ പിന്നെ സെൽഫി എടുപ്പായിരുന്നു. ഫുഡ് കഴിക്കാനൊന്നും എനിക്ക് അത്ര വലിയ തിടുക്കമില്ലായിരുന്നു. ഞാൻ അവിടെ സെൽഫി എടുത്തോണ്ടിരുന്നു. അപ്പോഴത്തേക്കും അവന്റെ ഫുഡും വന്നു. പരിചയമില്ലാത്ത ഒരു ഐറ്റം ഓർഡർ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്കിത് പാളിപ്പോയിന്ന് തോന്നി. പക്ഷെ മുട്ടദോശ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിൽ പൊടി ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തിന്നാൻ വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ഷെഫിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഫുഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളവരെയും കാണില്ല, ക്യാമറയും കാണില്ല, ഒന്നും കാണില്ല. ഫുഡിന് കണ്ണെടുക്കൂല. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. അറിയാത്ത ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യും, എന്നിട്ട് അത് കഴിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാട്ടോ ഞാൻ ഇതിന്റെ പകുതിയെങ്കിലും കഴിച്ചു തീർത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു തട്ടുദോശയും പറഞ്ഞു, അങ്ങനെ അതും കഴിച്ചു. ഇന്ന് ആരെ കണി കണ്ട് എണീറ്റ് എന്നുള്ളൊരു വിധത്തിലാണ് കേട്ടോ ഷെഫിന്റെ മുഖഭാവം ഉള്ളത്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന് കഴിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ചിലപ്പോൾ ഇപ്പോൾ പ്രഗ്നന്റ് ആയതുകൊണ്ടായിരിക്കാം. എന്നാലും നമ്മുടെ ഇന്നത്തെ ഡേറ്റിങ് അടിമുടി കുളവായി എന്നുള്ളൊരു സങ്കടത്തിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാം. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ.